കേരള ബാങ്ക് കഞ്ഞിക്കുഴി ശാഖയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ എം.എൽ.എ. പി ചിത്തരഞ്ജൻ നിർവഹിച്ചു. കേരള സംസ്ഥാന സഹകരണ ബാങ്ക് കഞ്ഞിക്കുഴി ശാഖയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം പി ചിത്തരഞ്ജൻ എം.എൽ.എ. നിർവഹിച്ചു. കേരള ബാങ്ക് ഭരണസമിതി അംഗം പി ഗാനകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് റീജിയണൽ ജനറൽ മാനേജർ സജിത് കെ സ്വാഗതവും കഞ്ഞിക്കുഴി ശാഖാ മാനേജർ ജ്യോതിഷ് കുമാർ നന്ദിയും പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ കൗണ്ടർ ഉദ്ഘാടനവും മലയക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സരള സ്ട്രോങ് റൂം ഉദ്ഘാടനവും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഇൻഫർമേഷൻ സ്ക്രീൻ ഉദ്ഘാടനവും നിർവഹിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് ശാഖ തല ഉദ്ഘാടനം എസ് രാധാകൃഷ്ണനും അക്കൗണ്ട് ഓപ്പണിംഗ് ക്യാമ്പ് ഉദ്ഘാടനം അനിജി മനോജും KYC ക്യാമ്പ് ഉദ്ഘാടനം ഇന്ദിര ഉദയനും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജി അജികുമാർ, ശരത് ശശിധരൻ, CV സുനിൽ, ഷൈനി, മോഹിത് PK എന്നിവർ പങ്കെടുത്തു. കേരള ബാങ്ക് ഇന്ന് രാജ്യത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സഹകരണ പ്രസ്ഥാനത്തിലെ ഒരു ധനകാര്യ മേഖലയിലെ ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്ന സ്ഥാപനമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ നാട് ഒരു കാലത്ത് വൻകിട ബാങ്കുകൾ ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ ആ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നതിൻ്റെ 25% പോലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുവാൻ തയ്യാറാകാതിരുന്ന ഒരു ചിത്രമുണ്ട്. ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ പലതുണ്ട്. സഹകരണ മേഖല നേരത്തെ ഇതെല്ലാം പ്രവർത്തിച്ചിരുന്നത് ജില്ലകളിലുള്ള ബാങ്കിൻ്റെ കീഴിലാണ്. സഹകരണ പ്രസ്ഥാനം ശക്തിപ്പെട്ടതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരും കൃഷിക്കാരും അങ്ങനെയുള്ള ഒട്ടനവധി വരുന്ന ജനങ്ങൾക്ക് ഈ വായ്പയുടെ സഹായവും അവരുടെ ജീവിതം അതിൻ്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെടുത്തുവാനൊക്കെ കഴിയുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു ധനകാര്യ മേഖലയിലെ ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുവാനേ കഴിയില്ല. ഇന്ന് വൻകിട കോർപ്പറേറ്റുകൾ അവരുടെ ലാഭത്തിനും അവരുടെ താല്പര്യത്തിനും വേണ്ടി പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഈ നയങ്ങളെ പ്രതിരോധിക്കുവാനും കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് കേരള ബാങ്കിന് രൂപം കൊടുത്തത്.